ഈ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ നറുക്കെടുപ്പും അതിനോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള സംഭവങ്ങളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് അങ്ങനെ കത്തി കയറുകയാണ്. ഈ പുള്ളിയുടെ പേരാണെങ്കിൽ ഒരു വിധത്തിൽ വായിൽ വരുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ പറയുമ്പോഴേക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ഈ ഒരു സംഭവം അതിൽ ഓരോരോ പുതിയ പുതിയ വാർത്തകളും തെളിവുകളും ഒക്കെ അങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമ്മാനം കിട്ടിയവരൊക്കെ ഇവരുടെ സുഹൃത്തുക്കളും സ്വന്തക്കാരും കൂടെയുള്ളവരും ഒക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം സമ്മാനം കിട്ടിയ വ്യക്തിയാണെങ്കിൽ ഈ നറുക്കെടുക്കുന്ന ആളിൻ്റെ അളിയനോ പിന്നെ ബുള്ളറ്റ് കിട്ടിയ വ്യക്തി വന്നിട്ട് അതെല്ലാവരും സുഹൃത്തുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ട് ആണ് ഇപ്പോൾ പുതിയ വാർത്തകളൊക്കെ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടന്നത്? ഇതുപോലെയുള്ള പ്രൊമോ വീഡിയോസ് ഒരുപാട് ഇപ്പോൾ തരംഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ നറുക്കെടുപ്പ്, ലക്കി ഡ്രോ, എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ പണം ഉണ്ടാക്കാനുള്ള ഈ എളുപ്പമായിട്ടുള്ള മാർഗങ്ങൾ ചുറ്റിലും നടക്കുന്നു. ഈ പണം എന്ന് പറയുന്ന അതിൻ്റെ പിറകെ ഓടാനുള്ള ആ ഒരു വ്യഗ്രതയിൽ മുന്നും പിന്നും നോക്കാതെയാണ് ഇതുപോലെയുള്ള നറുക്കെടുപ്പുകൾ വഴി പാവപ്പെട്ട സ്വന്തം നാട്ടുകാരായിട്ടുള്ള ജനങ്ങളെ ആകട്ടെ ഇതിൽ ആകർഷിച്ച് അവരെ കൊണ്ട് ഈ ടിക്കറ്റൊക്കെ എടുപ്പിച്ച് 1000 രൂപയായാലും ഓരോരുത്തരും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രൂപ സമ്പാദിക്കുന്നത് എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിട്ട് അവസാനം സമ്മാനം കൊടുക്കുന്നതോ ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കാണെന്നുള്ളൊരു കാര്യമാണ് ഇതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നമുക്കിപ്പോൾ ഇൻഷാല്ലാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മൾക്ക് പോകുന്നത്. എന്തായാലും പറയുമ്പോൾ കുറച്ച് നമുക്ക് തന്നെ സംഭവം തരണം. അപ്പോൾ ഈ ഒന്നാം സമ്മാനമായിട്ട് ഈ നറുക്കെടുപ്പിലൂടെ വീട് ലഭിച്ചത് ഷാഫി വയനാട് എന്ന പേരിലുള്ള ഒരു വ്യക്തിക്കാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ ഷാഫി എന്ന് പറയുന്ന ആൾ വന്നിട്ട് നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്ന വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ നാസർ എന്ന് പറഞ്ഞ ആളിൻ്റെ മകൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഈ സമ്മാനമൊക്കെ അടിച്ചതിന് ശേഷം ആ പുള്ളി വന്നിട്ട് ഈ നാസറിനെ കണ്ടു സംസാരിച്ചിരുന്നു. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ ഒന്നും നമ്മൾ പോകില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ നാട്ടിൽ വീടും കാര്യങ്ങളുണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ വീട്ടിൽ പോകാൻ നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചു സർക്കാരിനുള്ള മനുഷ്യരെ നിങ്ങളൊന്ന് നോക്കി, ആ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കി, തൊപ്പിക്കെട്ട് എന്തൊരു ഈമാനുള്ള മനുഷ്യനില്ലേ. ആരായാലും കണ്ടാ പാടാൻ 5 നേരം സ്കരിക്കുന്ന മനുഷ്യനാണ്. ഈ തൊപ്പിയും വെച്ചിട്ടാണ് ഈ മനുഷ്യന്റെ സകല ഉടായ്പും കാണിച്ചു കൂട്ടുന്നത്. നാളെ ഈ തൊപ്പിയും വെച്ചിട്ട് ഇമാതിരി ഒരു ഉടായ്പത്തിനും കാണിച്ചു കൂട്ടാൻ ഒന്നും വേണ്ടി പഠിച്ചോ കാണും. അപ്പോൾ സ്വന്തം നാട്ടിലെ കൂടപ്പിറപ്പായിട്ടുള്ള ജനങ്ങളെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാസറിനെ സഹായിക്കാനായിട്ട് ധാരാളം പേര് ഈ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവരെ വരെ വഞ്ചിച്ചിട്ടാണ് ഈ നാസർ വന്നിട്ട് ഈ കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കൂടെ ചേർത്തിട്ട് ഇതുപോലെ ആളുകളെയൊക്കെ ഈ തട്ടിപ്പിന് ഇരയാക്കിയത്. പിന്നെ പലരും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നാസർ ഒരു നല്ല വ്യക്തിയാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നൊക്കെ വന്ന് പറയാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണ്. പിന്നെ ഈ സമ്മാനം കിട്ടിയ ഷാഫി വന്നിട്ട് ആ വീട് നാസറിന് തന്നെ തിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. കുഞ്ഞാമ്പാടിക്കാട് ഇത്ര സമയം എടുത്തില്ല അല്ലേ? ഇത് കുഞ്ഞാമ്പാടിക്കാടിനെക്കാളും കുറച്ചധികം. അപ്പോൾ ഈ ഷാഫി എന്ന് പറയുന്ന ആൾ സമ്മാനം കിട്ടിയ വീട് നാസറിന് തന്നെ തിരികെ കൊടുക്കുന്നത് പോലെയാണ് കേൾക്കുന്നത്. പിന്നെ ഈ നാസറാകട്ടെ നല്ല ഭാഗ്യമുള്ളൊരു വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നറുക്കെടുപ്പിലൂടെ കിട്ടിയ 20 ലക്ഷം രൂപയ്ക്ക് പുറമേ ഇത് സമ്മാനമായിട്ട് വിറ്റ വീട് വരെ പുള്ളിക്കാരന് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ എന്തുമാത്രം ഭാഗ്യവാനാണ് ഈ പുള്ളിക്കാരൻ. വിറ്റ വീട് വരെ തിരിച്ചു കിട്ടി, നല്ല പണവും കിട്ടി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്.
അപ്പോൾ ഈ വീഡിയോയുടെ ഭാഗങ്ങൾ കാണുമ്പോഴേക്കും അറിയാം, ഒന്നാം സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് ചെയ്തത് കുഞ്ഞാൻ പാണ്ടിക്കാട് തന്നെയാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു നറുക്കെടുപ്പ് തന്നെയാണ് രണ്ടാം സമ്മാനത്തിന് വേണ്ടിയിട്ട് ഈ നാസർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരനും അതുപോലെ തന്നെ കൈയൊക്കെ ഇട്ടിട്ട് തപ്പിത്തടഞ്ഞും കുറേ സമയമൊക്കെ എടുത്തിട്ടും ഏതാണോ ഈ ചീട്ടെടുക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ തന്നെയാണ് പുള്ളിക്കാരനും കുറച്ച് സമയമെടുത്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറൊന്നുമില്ല, ഈ സമ്മാനമൊക്കെ കിട്ടിയത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ആണെന്നുള്ള വിഷയം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഈ കണ്ടാൽ ഒരു നല്ല മനുഷ്യനെ പോലെയാണ് നാസർ ഇരിക്കുന്നതെങ്കിലും പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയായ ഉഡായിപ്പുകളാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ രണ്ടാം സമ്മാനം അടിച്ചത് വന്നിട്ട് ഈ ജാസിദ് ബാംഗ്ലൂർ എന്ന പേരുള്ള ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനാകട്ടെ ഇവരുടെ പിറകിൽ കയ്യും കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അളിയനാണ്. അപ്പോൾ ഹൈദർ മധൂർ എന്നൊരു പേരുള്ളൊരു വ്യക്തി ഈ രണ്ടാം സമ്മാനം കിട്ടിയ ജാസിദിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഒരു ക്ലിപ്പിങ് കേട്ടിട്ട് വരാം. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് സംഗതികളൊക്കെ എന്തോ ഒരു കോമഡി ആയിട്ടാണ് പോകുന്നത്. ഏതൊരു കോമഡി സിനിമയും വെല്ലുന്ന രീതികളിലൊക്കെയുള്ള ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെയാണ് ഈ സംഭവത്തിലും നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫോൺ അതിലെ വോയിസ് ക്ലിപ്പിംഗ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ആരാണ്? ഞാൻ ഹൈദറാണ്. ഹൈദർ കാസർഗോഡ് നിന്നാണ്. ജാസർ എവിടെ സ്ഥലം? ഞാൻ മാനന്തവാടി ചേറ്റപ്പാലത്താണോ? ഓക്കെ. രണ്ടാം സമ്മാനം ജിമ്മി ചെയ്ത അച്ഛനാണോ? അതെ അതെ. അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് അഡ്രസ് കൊടുത്തത്? ബാംഗ്ലൂർ ജോലി ഉണ്ടോ? അല്ല, അത് 2 കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കട ഉണ്ടായിരുന്നു. കട ഉണ്ടായിരുന്നോ? ആ. എവിടെ? BTM ലേഔട്ട്. അതെയാ? പറഞ്ഞോ. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ കൊടുത്തത്? അതെ, 2 കൂപ്പൺ എടുത്തു. ഒന്ന് മാനന്തവാടി, ഒന്ന് ബാംഗ്ലൂർ, 2 കൊടുത്തു. എന്നിട്ടിപ്പോ ജിമ്മി കിട്ടിയോ? ഇല്ല, ജിമ്മിന് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. തിങ്കളാഴ്ച. പൈസ വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിരുന്നു, നോക്കി ഞങ്ങൾ കണ്ടു തോന്നുന്നു. ഹലോ. 5 മിനിറ്റ് എന്റെ ഫോൺ ഓഫാണല്ലോ. ഫോൺ ഒരു ശതമാനമുള്ളൂ. ഞാൻ 10 മിനിറ്റ് വിളിക്കറിയാം. ആരാ? ഇതെന്റെ വൈഫിന്റെ ബ്രദർ ആയിരുന്നു. അപ്പോൾ ഈ ഒന്നാം സമ്മാനം കിട്ടിയ വ്യക്തിയുടെ വീട് വന്നിട്ട് മാനന്തവാടി വയനാട്ടിലാണ്. അതുപോലെ തന്നെ ഈ രണ്ടാം സമ്മാനം കിട്ടിയ വ്യക്തിക്ക് യഥാർത്ഥ സ്ഥലം മാനന്തവാടി തന്നെയാണ്. അപ്പോൾ ഈ 1ഉം 2ഉം സമ്മാനം കിട്ടിയ 2 പേരുടെയും വീടുകളും വയനാട്ടിൽ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ അതിശയം. പക്ഷേ എന്നിരുന്നിട്ടും എങ്ങനെയാണ് ഈ പേര് രണ്ടാം സമ്മാനം കിട്ടിയ ആളുടെ സ്ഥലം ബാംഗ്ലൂർ ആയത് എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ജാസിദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി കേട്ടാൽ എന്തോ ഒരു മറുപടിയാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നല്ല സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും നാടകങ്ങളും ഒക്കെയാണ് എൻ്റെ പിറകിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ 2 ടിക്കറ്റ് വാങ്ങിച്ചെന്നും, ഒന്ന് ഈ പുള്ളിക്കാരന് ബാംഗ്ലൂരിൽ ഒരു കടയുണ്ട്, അപ്പോൾ ആ കടയുടെ പേര് ബാംഗ്ലൂർ സ്ഥലം വെച്ചിട്ടാണ് ഒന്ന് കൊടുത്തത്. രണ്ടാമത്തെ ടിക്കറ്റാണ് മാനന്തവാടി പേര് വെച്ചിട്ട് ചെയ്തതെന്നും, അപ്പോൾ സമ്മാനം അടിച്ചത് ജാസിദ് ബാംഗ്ലൂർ എന്നുള്ള ആ ടിക്കറ്റിനാണെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടാൽ ഇതിൽ മൊത്തം ഉടായിപ്പാണ്. 2 ഒരേ സ്ഥലത്തൊക്കെ വന്നാൽ ഇതിലെ കള്ളക്കളികളൊക്കെ പുറത്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് കൊടുത്ത കാര്യങ്ങളും അതൊക്കെ ഏത് കൊച്ചു കുഞ്ഞിന് കേട്ടാൽ പോലും ഇതിൻ്റെ പിറകിലുള്ള സംഭവങ്ങളൊക്കെ ആർക്കായാലും മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അന്തർനാടകങ്ങളും തിരശ്ശീലയ്ക്ക് പിറകിൽ നടക്കുന്ന സംഭവങ്ങളുമൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. വൈഫിന്റെ ബ്രദർ ആയിരുന്നു. നിങ്ങൾ വൈഫിനെ വായിക്കോ? ഇപ്പൊ സെപ്പറേറ്റ് ആണ്. 2 കൊല്ലായി. ആരാണ് ബുള്ളറ്റ്? എന്താണ്? മസൂദ്. ഈ നമ്പർ കടിച്ചോ കാണി. സ്ഥലമല്ലേ? അല്ല, നമ്പറിലേക്ക് അടിക്കണേ. നമ്പറിലേക്ക് അടിക്കണോ? ലൈവിൽ ചോദിക്കുന്നു. ആ നമ്പറിലേക്ക് ഗ്യാപ്പ് കൊടുക്കുന്നു.
ഇതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു കഥയാണ് ഈ 3ാം സമ്മാനം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ നറുക്കെടുപ്പിൻ്റെ അവസാനം അവർ സുഹൈൽ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കൂപ്പണിൽ എഴുതിയിട്ടുള്ള പേരെന്തോ മസൂദ് എന്നോ അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷേ ഈ ഫോണിൽ ആളിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സുഹൃത്താണ്. അപ്പം ഈ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഒരു പേരിൽ മസൂദ് എന്ന പേരിലും വിളിക്കുന്നത് സുഹൈലും. ആകെപ്പാടെ ഒരു കൺഫ്യൂഷനും തിരിമറികളും നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഉഡായിപ്പ് സംഭവങ്ങളും നറുക്കെടുപ്പും ഒക്കെ കൊണ്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കണ്ടുവരുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ കഥകളും പുതിയ നറുക്കെടുപ്പിൻ്റെ കാര്യങ്ങളും പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഉഡായിപ്പുകളുടെയും ചതികളുടെയും വഞ്ചനകളുടെയും കഥകൾ ഇങ്ങനെ കേട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് മനസ്സിലാകാത്തത്. ഈ പാവപ്പെട്ട ജനങ്ങളെയൊക്കെ ഇങ്ങനെ വഞ്ചിച്ചും പറ്റിച്ചിട്ടുമൊക്കെ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യുന്നത് അത് എത്രമാത്രം ഇത് ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വിജയം കണ്ടെത്താനാകും ആ വ്യക്തിക്ക് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ സംഭവങ്ങളുടെ ഈ ഒരു അപ്ഡേറ്റ് കണ്ടതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചത്. അപ്പോൾ പണം സമ്പാദിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പണമില്ലാതെ ആർക്കും ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് സമ്പാദിക്കാനുള്ള ന്യായമായിട്ടുള്ള വഴികൾ, ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക, അടുത്തവരെ പറ്റിക്കാതെയും ചതിക്കാതെയും നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു സംരംഭമാണ്, നല്ലൊരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മറക്കാതെ കമൻസ് വഴി ഷെയർ ചെയ്യുക. ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇതൊരു ഫ്രീ സർവീസാണ്. ഇതിന് ചാർജ് ഒന്നുമില്ല. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ആ ലൈക്ക് കൂടെ ചെയ്താൽ വളരെ നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.